നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ശ്രീധർ എന്തു കഴിയുന്നത്? കുറച്ച് ബിരിയാണി അടിപൊളി. എന്താ ഇനി അടുത്ത പരിപാടി? വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഇത്രയും കഴിക്കാവോ? ഇത്രയും കഴിക്കാൻ പാടില്ല. അതാണ്. ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വർക്കൗട്ടിന് മുമ്പും വർക്കൗട്ടിന് ശേഷവും നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടൊരു ഉത്തരമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം ഓരോരുത്തർ ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റാണ്, അവരുടെ എനർജി ലെവൽസ് ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെ ആക്ടിവിറ്റി ഡിഫറെൻ്റാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റാണ്. അപ്പോൾ ഒരാളുടെ മീൽ എന്തായിരിക്കണം എന്നുള്ളത് അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ആക്ടിവിറ്റി, അവർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണോ, സ്ഥിരം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണോ, എന്തെങ്കിലും സ്പോർട്ട് മാത്രമാണോ, അത് വെറുതെ നടക്കാൻ പോകുന്നവരാണോ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം ഈ ആൻസർ പറയുന്നതിന് മുമ്പ്. എന്നിരുന്നു കഴിഞ്ഞാൽ ഇതിനൊരു ബേസിക് ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. വർക്കൗട്ടിന് മുമ്പ് എന്ത് കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടത് ഹെവി ആയിട്ട് കഴിച്ച്, അതായത് വയറ് വീർപ്പിച്ചുകൊണ്ട് പോയി ജിമ്മിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്പോർട്ടോ ഇൻഡൽജ് ചെയ്യുകയാണെങ്കിൽ ചെയ്യരുത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ഒരുപാട് ഹെവി ആണെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. നമ്മൾ നോഷ്യസ് ആവുക, നമുക്ക് എന്താ പറയുക, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുക. ചിലപ്പോൾ ചിലർക്ക് ആ ഒരു ഓവറോൾ ഡിസിനെസ് വരാനും നമ്മൾ വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ ചാൻസസ് ഉണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നതിന് മുമ്പ്, ഒരു സ്പോർട്ട് കളിക്കുന്നതിന് മുമ്പൊക്കെ ലൈറ്റായിട്ടുള്ളൊരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മീൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ലൈറ്റായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആപ്പിൾ, ബനാന ഒക്കെയാണ്. പിന്നെ ഓട്ട് മീലുണ്ട്, 2-3 സ്ലൈസ് ബ്രെഡ് കഴിക്കാം. ഇങ്ങനെയുള്ള ലൈറ്റ് സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചിട്ട് പോയി വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാർബോഹൈഡ്രേറ്റ് മീലിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അത് നമ്മുടെ വർക്കൗട്ടിന് അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസിലോ ഒരു ഗെയിമിലോ ഒക്കെ ഇൻഡൽജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു ലൈറ്റ് കാർബോഹൈഡ്രേറ്റ് മീൽ എടുക്കുന്നത്. അതുകൊണ്ട് വർക്കൗട്ടിന് മുമ്പ് എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക ലൈറ്റായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മീലാണ് ഏറ്റവും ഉചിതം. വർക്കൗട്ടിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കണം എന്നുള്ളത് മനസ്സിലായി. കാരണം ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നോഷ്യസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നോഷ്യസ് ആവുക എന്ന് വെച്ചാൽ നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് പ്രോബബ്ലി നമുക്ക് വർക്കൗട്ട് എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് വർക്കൗട്ടിന് ശേഷം എന്ത് കഴിക്കണം? വർക്കൗട്ടിന് ശേഷമാണ് ബേസിക്കലി നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് മീൽ കഴിക്കേണ്ടത്. ഒരു ഫുൾ മീൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൈ പ്രോട്ടീൻ ഡെൻസ് ആയിട്ടുള്ള ഒരു മീൽ സെലക്ട് ചെയ്യുന്നതാണ് വർക്കൗട്ടിന് ശേഷം ഏറ്റവും ഉചിതം. ഹൈ പ്രോട്ടീൻ മീൽ എന്ന് പറയുന്നത് പ്രോബ്ലി ചിക്കൻ ആയിരിക്കാം, എഗ് ആയിരിക്കാം, ടോഫു ആയിരിക്കാം, പനീറായിരിക്കാം. അപ്പോൾ പ്രോട്ടീൻ സോഴ്സസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേരി ചെയ്ത് കഴിക്കാം. ഇപ്പോൾ വർക്കൗട്ടിന് മുമ്പ് എന്ത് കഴിക്കണം, വർക്കൗട്ടിന് ശേഷം എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാം. കാരണം ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.